ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ദേണ്ടേ നമുക്ക് രാവിലെ കറി വെക്കാൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കി വന്നതാണ്. അപ്പോൾ ദേണ്ടേ ഒരു കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇനിയും പ്രാവശ്യം കോവയ്ക്ക അധികം പിടിക്കുന്നില്ല കേട്ടോ. ഇത് കണ്ട കോവയുടെ തണ്ട് എന്താണെന്ന് അറിയത്തില്ല, തണ്ടൊക്കെ ഇങ്ങനെ ആയി പോവുകയാണ്. അപ്പോൾ ദേണ്ടേ ഒരെണ്ണോടെ കിട്ടിയിട്ടുണ്ട്. കുറേ കോവയ്ക്ക താഴെ വീണ് കിടപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ കേടായിട്ട് പിഴിഞ്ഞു പോകുന്നതാന്ന് തോന്നേ. അപ്പോൾ അതേ 2 കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇനി പിന്നെ നമ്മുടെ പേരയുടെ മുകളിൽ കുറച്ച് പടന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ ഇഷ്ടംപോലെ കോവയ്ക്ക ഞങ്ങൾ പറിച്ചിട്ടുണ്ട്. പിന്നെ അതേണ്ടേ താഴെ ഉണ്ട് മുളക് തൈയുണ്ട്. അപ്പോൾ അതിൽ 2-3 മുളക് നിൽപ്പുണ്ട്. അപ്പോൾ അതോടെ അങ്ങ് പറിക്കാമെന്ന് വിചാരിച്ച് വന്നതാണേ. 3. അപ്പോൾ ഈ മുളക് തൈയെന്ന് നമുക്ക് 4 മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതേ ഒരു മുളക് നിൽക്കുന്നു. ഇതിപ്പം ഇതിൽ 2 എണ്ണം ഉണ്ട്. 2 അല്ല 3 ഉണ്ടേ. കുഞ്ഞു തൈയാണ്. അപ്പോൾ ഇതിൽ 3 മുളക് കിട്ടിയിട്ടുണ്ട്. ഇലയൊക്കെ പറിച്ചിട്ടുണ്ടേ, കയ്യിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഇത് എൻ്റെ മക്കളിലേക്ക് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞു. അപ്പോൾ ദേണ്ട 2 ചെറിയ തൈയും ഇന്നൊരു വലിയ തൈ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര മുളക് നമുക്ക് 3 തൈയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ചെറിയ തൈയിൽ നിന്നാണ് നമുക്ക് കൂടുതൽ മുളക് കിട്ടിയത്. ഇനി നമുക്ക് പേരയിൽ നിൽക്കുന്ന പോയി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ദേണ്ടേ ഇത്രയും മുളകും 2 കോവയ്ക്കും കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു കോവലുണ്ട്, അപ്പോൾ അതിലൂടെ നോക്കാമുണ്ടോന്ന്. ഇത് കണ്ടോ, എൻ്റെ ഹൈഡ്രാഞ്ചിയിലെ പൂ കണ്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ദേണ്ടേ നമുക്ക് 2 കോവയ്ക്ക കിട്ടിയുള്ളൂ കേട്ടോ. 4 വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 വെണ്ടയ്ക്കായും 4 വെണ്ടയ്ക്കായും ആ 2 കോവയ്ക്കയും കൂടി ഒരു കറി വയ്ക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒരു മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ.